എരുമേലി പേട്ടതുള്ളൽ സൗഹൃദത്തിൻ്റെ ഭക്തിയുടെയും സംഗമമാണ്. മതസൗഹാർദ്ദത്തിൻ്റെ ഉജ്ജ്വലമായ പ്രതീകമാണ് എരുമേലി. അയ്യപ്പൻ മഹിഷിയെ നിഗ്രഹിച്ചതിൻ്റെ സ്മരണ പുതുക്കുന്ന ചടങ്ങാണ് ഈ പേട്ടതുള്ളൽ. സ്വാമി തിന്തകത്വവും അയ്യപ്പ തിന്തകത്വം എന്ന ശരണം വിളികളാൽ എരുമേലി നഗരം ഭക്തിസാന്ദ്രമാകുന്ന നിമിഷമാണ്. മഹിഷി നിഗ്രഹത്തിന് ശേഷം അയ്യപ്പനും സംഘവും നടത്തിയ വിജയനൃത്തത്തിനെയാണ് പേട്ടതുള്ളലെന്ന് കരുതുന്നത്. മണികണ്ഠന്റെ മുസ്ലിം സുഹൃത്തായ വാവസ്വാമിയുടെ പള്ളിയിൽ കയറി അനുവാദം വാങ്ങിയാണ് ഈ ചടങ്ങ് ആരംഭിക്കുന്നത്. പേട്ടതുള്ളൽ വെറുമൊരു നൃത്തമല്ല, അത് അഹന്തയെ വെടിഞ്ഞ് ഈശ്വരനിലേക്ക് എത്തുന്ന പ്രക്രിയയാണ്. ദേഹത്ത് കരിയും കുങ്കുമം വാരിപ്പൂശുന്നു, കമ്പും വടിയും കയ്യിലേന്തി കാനനവാസന്റെ ലീലകളെ സ്മരിക്കുന്നു. ഇത് മനുഷ്യന്റെ ഉള്ളിലെ അഹങ്കാരത്തെ ഇല്ലാതാക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. പച്ചക്കറികൾ, കരിമ്പ്, കമ്പുകൾ എന്നിവയടങ്ങിയ കെട്ടുകളാണ് പേട്ടതുള്ളലിന്റെ പ്രധാന ഭാഗങ്ങൾ. പ്രധാനമായും 2 സംഘങ്ങളാണ് പേട്ടതുള്ളൽ നയിക്കുന്നത്: അമ്പലപ്പുഴ സംഘം, ആലങ്ങാട് സംഘം. അമ്പലപ്പുഴ എന്നുള്ള ഭക്തർ, അതായത് കൃഷ്ണനെ സഹായിച്ചതിന്റെ സ്മരണയാണ്. പിന്നീട് ആലങ്ങാട് പ്രദേശത്തെ ഭക്തർ. പേട്ട തുള്ളുന്ന സമയത്ത് നമുക്ക് അത്ഭുതമായൊരു കാഴ്ച കാണാൻ പറ്റും. ആകാശത്ത് കൃഷ്ണപരന്ത് വട്ടമിട്ട് പറക്കുന്നത്. ആകാശത്തെ ആ കൃഷ്ണപരന്ത് അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടതുള്ളൽ തുടങ്ങുന്നതിനായി മുൻപായി ആകാശത്ത് വട്ടമിട്ട് പറക്കുന്നു. ഇത് ഐശ്വര്യമായി കണക്കാക്കുന്നു. പേട്ടതുള്ളുന്ന ഭക്തർ വാവർ പള്ളിയിൽ പ്രവേശിച്ച് വഴിപാടുകൾ അർപ്പിക്കുന്നു. അവിടെ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യൻസെന്നോ ഒന്നുമില്ല. പള്ളിയിലെ മുസ്ലിം പ്രതിനിധിയായ ഇവർക്ക് പൂവും വിഭൂതിയും നൽകുന്നു. ഇത് കേരളത്തിന്റെ മതനിരക്ഷരതയുടെ ഏറ്റവും വലിയ അടയാളമാണ്. അതായത് വലിയവനോ ചെറിയവനോ ഹിന്ദുവെന്നോ മുസ്ലിമെന്നും ഒന്നുമില്ലാതെ ചെയ്യുന്നതാണ്. ഇനി അടുത്തത് വലിയ അമ്പല സന്ദർശനമുണ്ട്. പള്ളിയിൽ നിന്ന് ഭക്തർ എരുമേലി ശാസ്ത്രക്ഷേത്രത്തിലേക്ക്, അതായത് വലിയ അമ്പലത്തിലേക്ക് നീങ്ങുന്നു. അവിടെ അവർ അയ്യപ്പനെ തൊഴുതു വണങ്ങുന്നു. ഇവിടെ കുറേ സന്ദേശങ്ങൾ നമുക്ക് എല്ലാവർക്കും നൽകുന്നുണ്ട്. എന്താണിത്? ജാതി മത ഭേദമില്ലാത്ത കൂട്ടായ്മയാണ്. തത്വമസി എന്ന സന്ദേശം ഇവിടെ പ്രാവർത്തികമാകുന്നു. നീയും ഞാനും ഒന്നാണെന്ന സത്യം. അതിനുശേഷം കാനനപാതയിലൂടെ യാത്രയ്ക്ക് മുൻപുള്ള മാനസികമായ ഒരുക്കമാണിത്. വന്യമൃഗങ്ങളെ ഭയക്കാതെ കാടിനെ സ്നേഹിക്കാനുള്ള പരിശീലനം തരുന്നു. അയ്യപ്പൻ എന്ന ദൈവം എങ്ങനെയാണ് ഒരു നാടിൻ്റെ സംസ്കാരത്തെ ഉപജീവനത്തെ സ്വാധീനിക്കുന്നത്? ചായം പൂശിയ മുഖങ്ങൾ കേവലം വേർഷപ്പകർച്ചകളല്ല, അവ ഭക്തിയുടെയും സ്നേഹത്തിൻ്റെയും പര്യായങ്ങളാണ്. വിയർപ്പും പൊടിയും നിറഞ്ഞ ആ ചുവടുകൾ അവസാനിക്കുന്നത് ശബരിമലയിലെ 18-ാം പടിയിലാണ്. ലോകത്തിനു മുന്നിൽ കേരളം അഭിമാനത്തോടെ ഉയർത്തിക്കാട്ടുന്ന മതസൗഹാർദ്ദത്തിൻ്റെ ഈ കവാടം എന്നും പ്രകാശിച്ചുകൊണ്ടിരിക്കും. സ്വാമിയേ ശരണമയ്യപ്പ. കൂടുതൽ ആത്മീയ വിവരങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ്